പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മളെല്ലാവരും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തോട് ചോദിക്കുന്നവരാണ്. ഇതാ ദൈവവചനത്തിനകത്ത് ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെ കാണുന്നു. അവളുടെ പ്രാർത്ഥന വിഷയം എന്താണെന്നറിയാമോ? തനിക്ക് മക്കളില്ലായിരുന്നു, മക്കൾ ലഭിക്കണമെന്നുള്ളതായിരുന്നു അവളുടെ പ്രാർത്ഥന വിഷയം. ഒരു ദിവസം പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ദേവാലയത്തിലെ പുരോഹിതൻ അവളുടെ പ്രാർത്ഥന കണ്ടിട്ട് നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുകയാണ്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് നാം പറയുന്നത് പോലെ ആവശ്യം കേൾക്കണമെന്നോ അറിയണമെന്നോ ഇല്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അറിയുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാ അവളുടെ സങ്കടവും അവിടെ നിന്നെയും അവിടെ പ്രാർത്ഥനയും കേട്ട സർവശക്തനായ ദൈവം ആ ഹന്നായിക്ക് ഒരു ഉദരഫലത്തെ നൽകി. എങ്കിൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട്, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ സങ്കടം കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് സാഹചര്യത്തെയും ഏതവസ്ഥയും മാറ്റി, നമ്മുടെ നിന്ദയെ മാറ്റി, നമ്മുടെ പരിഹാസത്തെ മാറ്റി മുന്നോട്ട് പോകുവാൻ വഴികളെ തുറക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതെ, ദൈവസന്നിധിയിൽ ഇരിക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനും അത്ഭുതത്തെ സൃഷ്ടിക്കുവാൻ കഴിയില്ല. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഓരോ സമയവും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതെ, കർത്താവിൻ്റെ കൂടെ ഇരിക്കാം, ആ സാന്നിധ്യത്തിലിരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.